ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും Cloud9 ഓട്ടോ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെമ്പരത്തിപ്പൂ കൊണ്ട് ചായയാണ്. ഇത് ഇപ്പൊ എടുത്ത ചെമ്പരത്തിപ്പൂവാണ്. ഇത് ഇതിന്റെ ആയപ്പൊടിയായി നമുക്ക് ഫ്ലിപ്കാർട്ടില്, ആമസോൺ അങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് മേടിക്കാൻ കിട്ടും. ഇപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഇതിനകത്ത് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ചെമ്പരത്തിപ്പൂവിന്റെ ഈ എതളും പറിച്ച് നല്ലൊരു വെള്ളത്തിൽ ഇടുക. അതിനായി എൻ്റെ അനിയൻ എന്നെ സഹായിക്കുന്നുണ്ട്. നോക്കില്ല 6 പൂവുണ്ട് ഇത് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പം നമ്മളിത് മൊത്തം പറിച്ചിട്ട് കഴിഞ്ഞു. ഇനി നല്ല വൃത്തിക്ക് ഇത് കഴുകിയെടുക്കുക. ഇനി നമ്മൾ ഈ കഴുകി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതെല്ലാം കൂടെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ മാറ്റുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വലിയ പാത്രം ഉപയോഗിക്കാം. ഇപ്പം നിങ്ങളെ കാണിക്കുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പാത്രം എടുത്തിരിക്കുന്നത്. ഇനിയും ഇതിലേക്ക് നല്ല ചൂട് നല്ല വെട്ടി തിളച്ച വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് ഒഴിക്കാം. ഇനി നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഈ ചെമ്പരത്തിപ്പൂ ചൂടുവെള്ളത്തിനോടൊന്ന് ലയിക്കാനാണ്. ഇപ്പതിന് ശേഷം നമ്മളിത് എടുക്കുകയാണ്. കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം, പൂവിൻ്റെ കളർ മൊത്തം മാറി ഒരു മഞ്ഞ കളറായിട്ടത്. നമ്മൾ ഈ വെള്ളം കണ്ടോ, നല്ല വൈലറ്റ് കളറായിരുന്നു, നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു നേരത്തെ. നമുക്ക് ഈ പൂവെല്ലാം കൂടെ ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റിയെടുക്കാം. അരിച്ചെടുക്കുന്ന ഇതിലേക്ക് ഇപ്പം നമ്മൾ പൂവെല്ലാം അതിൻ്റെ ഇതളെല്ലാം അതിൻ്റെ അകത്ത് മാറ്റി. ഇപ്പം ആ പൂവിലുള്ള കളർ മൊത്തം ഈ വെള്ളത്തിൽ അരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരിച്ച് വെച്ചേക്കുന്ന ഈ വെള്ളത്തിലേക്ക് നമുക്ക് സ്വല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒഴിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടില്ലേ, ഈ വയലറ്റ് നിറം മാറി ഒരു ചുവപ്പ് കളർ വന്നത്. നിങ്ങൾക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ നീരോ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അളവിന് നിങ്ങൾക്ക് പഞ്ചസാര ഇടാം. നിങ്ങൾക്ക് പഞ്ചസാര തേനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാതിരിക്കാം. നന്നായിട്ട് ഇളക്കിക്കൊള്ളാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കുടിച്ചു വെക്കേണ്ട ഒറ്റ പണി നമുക്കുള്ളൂ. അതിനുവേണ്ടി എൻ്റെ അനിയനെ വെച്ചു. അപ്പം ഞാൻ അവന് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇത് കുടിക്കാം.